വചനം 243. അലം തെറ, നീ കണ്ടില്ലേ, നോക്കുന്നില്ലേ, ഇലല്ലദീന, യാതൊരു കൂട്ടരെ, ഖറജു, അവർ പുറപ്പെട്ടു, പുറത്തുപോയി, മിൻ ദിയാരിഹിം, അവരുടെ വസതികളിൽ നിന്ന്, വഹും ഉലൂഫുൻ, അവർ ആയിരങ്ങൾ ഉണ്ടായിട്ടും, ഹദറ, ഭയന്ന് കാത്തുകൊണ്ട്, അൽ മൗത, മരണത്തെ, ഫഖാല ലഹും, എന്നിട്ട് അപ്പോൾ അവരോട് പറഞ്ഞു, അല്ലാഹു, അല്ലാഹു, മൂതു, മരണപ്പെടുവിൻ, തുമ്മ, പിന്നീട്, അഹ്യാഹും, അവരെ അവൻ ജീവിപ്പിച്ചു, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലദു ഫദ്ലിൻ, ദയവുള്ളവൻ തന്നെ, അനുഗ്രഹം ഔദാര്യമുള്ളവൻ തന്നെ, അലന്നാസി, മനുഷ്യരുടെ മേൽ, വലാകിന്ന, എങ്കിലും, അക്തറന്നാസി, മനുഷ്യരിൽ അധികവും, ലാ യശ്കുറൂൻ, നന്ദി ചെയ്യുന്നില്ല. ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون. നീ കണ്ടില്ലേ, യാതൊരു കൂട്ടരെ, അവർ ആയിരങ്ങൾ ഉണ്ടായിട്ടും മരണഭയത്താൽ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അവർ പുറത്തുപോയി. എന്നിട്ട് അവരോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ മരണമടയുവീൻ. പിന്നെ അവൻ അവരെ ജീവിപ്പിച്ചു. അഥവാ ഇങ്ങനെയുള്ള ഒരു കൂട്ടരെ കണ്ടില്ലേ? നിശ്ചയമായും അല്ലാഹു മനുഷ്യരുടെ മേൽ ഔദാര്യം അഥവാ അനുഗ്രഹം ഉള്ളവൻ തന്നെയാകുന്നു. എങ്കിലും മനുഷ്യരിൽ അധികം ആളുകളും നന്ദി ചെയ്യുന്നില്ല. വചനം 243 വിശദീകരണം. ഈ സംഭവത്തെക്കുറിച്ച് ഒന്നിലധികം റിവായത്തുകൾ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചു കാണാം. ഒന്നും സ്വീകരിക്കത്തക്ക വിധം ബലവത്തല്ല. ആകയാൽ അവയെ ഉദ്ധരിച്ച് ദീർഘിപ്പിക്കുവാനും അവയെ അടിസ്ഥാനമാക്കി ഒരു വിശദീകരണം നൽകുവാനും നാം തുനിയുന്നില്ല. സംഭവത്തിൽ നിന്ന് പഠിക്കേണ്ടുന്ന പാഠം പഠിക്കുവാൻ അതിൻ്റെ ആവശ്യവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അല്ലാഹു തന്നെ അതിന് വേണ്ടുന്ന വിശദീകരണം നൽകുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു ചുരുക്കിപ്പറഞ്ഞ അതേ രൂപം കൊണ്ട് നമുക്കും മതിയാക്കാം. ആയിരക്കണക്കിനുള്ള ഒരു ജനത മരണത്തെ ഭയന്ന് തങ്ങളുടെ വാസസ്ഥലം വിട്ട് ഓടിപ്പോയി. ഭയത്തിന് കാരണം ശത്രുക്കളോ ചില റിവായത്തുകളിൽ കാണാവുന്നതുപോലെ മാരകമായ ഏതെങ്കിലും പകർച്ചവ്യാധിയോ ആയിരിക്കാം. അല്ലാഹു ആലം. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ മരണഭയവും ധൈര്യക്ഷയവും കൂടാതെ സമരം ചെയ്യുവാനുള്ള പ്രചോദനവും പ്രോത്സാഹനവും നൽകലാണ് ഈ സംഭവം ഉദ്ധരിച്ചതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആ സ്ഥിതിക്ക് ഈ ജനതയുടെ ഭയം അവരുടെ ശത്രുക്കളെക്കുറിച്ചായിരുന്നുവെന്ന് അനുമാനിക്കുവാൻ ന്യായമുണ്ട്. ഏതായാലും മരണഭയം നിമിത്തമുള്ള അവരുടെ ഓടിപ്പോക്കുകൊണ്ട് ഫലമുണ്ടായില്ല. അല്ലാഹു അവരോട് മരണമടയുവാൻ കൽപ്പിച്ചു. അതെ, അവർ മരണമടയുക തന്നെ ചെയ്തു. മരണം ഒരടിയായിട്ടായിരുന്നുവോ ക്രമേണയായിരുന്നുവോ ശത്രുക്കളുടെ കൈക്കോ രോഗം നിമിത്തമോ ആയിരുന്നുവോ അല്ലാഹുവിനറിയാം. ഒന്നും തിട്ടപ്പെടുത്തി പറഞ്ഞുകൂടാ. അതുപോലെ തന്നെ അല്ലാഹു ജീവിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ യഥാർത്ഥ താൽപ്പര്യം നമുക്കറിഞ്ഞുകൂടാ. ചില റിവായത്തുകളിൽ പറയുന്നതുപോലെ ഏതെങ്കിലും പ്രവാചകന്റെ പ്രാർത്ഥനയെ തുടർന്നോ മറ്റോ ഒരിക്കൽ പെട്ടെന്ന് അങ്ങനെ ഉണ്ടായിക്കൂടുന്നില്ല. അത് അല്ലാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണല്ലോ. ചിലർ അഭിപ്രായപ്പെടുന്നതുപോലെ മരണപ്പെട്ട തലമുറയ്ക്കു ശേഷം കൂടുതൽ മനോവീര്യവും ദൃഢവിശ്വാസവുമുള്ള ഒരു പിൻതലമുറ അവരുടെ ശേഷം രംഗത്ത് വന്ന് ആ സമുദായം പുനരുദ്ധരിച്ച് എന്ന അലങ്കാരാർത്ഥത്തിലുള്ള ഒരു വാക്കാണതെന്നു വരാം. യഥാർത്ഥം നമുക്ക് അല്ലാഹുവിങ്കിലേക്ക് വിടാം. അതാണ് സുരക്ഷിതമായ മാർഗം. ഏതായാലും സംഭവത്തിൽ നിന്ന് ലഭിക്കുവാനുള്ള ഗുണപാഠം വ്യക്തമാണ്. ജീവിതവും മരണവുമൊക്കെ അല്ലാഹു കണക്കാക്കുന്നതും അവൻ്റെ നിയന്ത്രണത്തിലുള്ളതുമാകുന്നു. യുദ്ധമോ മറ്റു പരീക്ഷണ ഘട്ടങ്ങളോ നേരിടുമ്പോൾ ഭീരുത്വവും വെപ്രാളവും കാട്ടി ഓടി രക്ഷപ്പെടുന്നതുകൊണ്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങൾ നേരിടുമ്പോൾ എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ചും അവൻ്റെ വിധിയിൽ തൃപ്തിപ്പെട്ടും കൊണ്ട് ധൈര്യസമേതം ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ പക്കൽ നിന്നുള്ള സഹായവും ഔദാര്യവും ലഭിക്കുകയും വിജയം കൈവരുകയും ചെയ്യും. വിഷമാവസ്ഥകളിൽ ത്യാഗത്തിന് തയ്യാറില്ലാതെ ഭീരുത്വം അവലംബിച്ച് പിന്മാറി പിന്നോക്കം പോകുന്നത് അല്ലാഹുവിനോട് ചെയ്യുന്ന നന്ദികേട് കൂടിയാണ്.
എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പഠിക്കുവാനുള്ള പാഠങ്ങൾ. ശത്രുക്കളുമായി നേരിടുന്നതിൽ ഭീരുത്വം നിമിത്തം ഓടിപ്പോകുന്നതിന് ഖുർആനിലും അധ്യായം 8 വചനം 16 ഹദീസുകളിലും വിരോധിച്ചിട്ടുള്ളതാണല്ലോ. വിഷൂചിക മുതലായ പകർച്ചവ്യാധികളുടെ നാട്ടിലേക്ക് പോകരുതെന്നും അവ ഒരു നാട്ടിൽ സംഭവിച്ചാൽ അവിടെ നിന്ന് ഓടിപ്പോകരുതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചിട്ടുണ്ട്. ബുഖാരി, മുസ്ലിം. ഇതെല്ലാം ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അള്ളാഹു തുടർന്നു പറയുന്നു: